എല്ലടോ നിങ്ങളിന്ന് എത്ര പെട്ടി പന്ത് കരുതിയിരിക്കണേ? ബോളേ എന്താണ് കളിക്കാരൻ പന്തല്ല. എന്താണ് പ്രശ്നം? ഹോട്ടലിൽ കളി 4 ഭാഗത്തും 6ഉം 4ഉം കാരം. ഞങ്ങളെ ക്ലാസ്സിനും അഭിഷേകും ട്രാവിസും കണ്ടില്ല. നിങ്ങൾ RCB കൊടുത്ത്, കണ്ടില്ല നിങ്ങൾ MI കൊടുത്ത്. എതിരാളികള് RCBയോ അല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസോ അല്ല, DC ആണ്. കഴിഞ്ഞ കളിയില് DCന്റെ കളികൾ കണ്ടില്ലേ? ഗുജറാത്തിനെ 89 പൂട്ടി എന്ന് പറഞ്ഞാൽ പോലും കൂടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളെ ബൗളർമാരുടെ മികവ് അതിങ്ങട്ട് ലോകത്തിന് ഞങ്ങള് ചേസ് ചെയ്തോ സൂപ്പർ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ ചേസ് ചെയ്താൽ മതി. കാരണം അത്ര റണ്ണല്ലേ ഓല് എടുത്തിട്ടുള്ളൂ. ഞങ്ങളത് പെട്ടെന്ന് ചേസ് ചെയ്ത് കളിച്ചു. ഗുജറാത്തിന്റെ നിലവാരത്തിലാണ് ഞങ്ങളെ കണക്കൂട്ടുന്നത്. നിങ്ങൾ മുംബൈനോടും RCBനോടും വാങ്ങിക്കൂട്ടിയ റണ്ണിന്റെ കണക്ക് എത്രയാണ്? ഞങ്ങള് കൊടുത്ത ഞങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. അതായത് നിങ്ങളെ ഊനെടുകട്, നിങ്ങളെ നടരാജൻ, നിങ്ങളെ മാർക്കാണ്ട ഈ ബോളർമാരും കൊണ്ട് ഞങ്ങളെ അത് മാത്രം മതി. ഞങ്ങളെ ബാറ്റർമാര് കൂടുതൽ റൺ എടുക്കും. 4 ഓവറിൽ 10 റണ്ണ് മാത്രം കൊടുക്കുള്ളൂ. അതിമ കളി അങ്ങനൊന്നുമല്ല. നിങ്ങൾക്ക് നല്ല പേടി. റൺസ് എടുത്തിട്ടും നിങ്ങൾ തോൽക്കോ എന്നുള്ള പേടി മുംബൈനായിട്ടും അതുപോലെ തന്നെ RCBനായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങളെ ബൗളർമാരും ഒന്നുമില്ല, എന്തൊക്കെ ഒരു 20 റണ്ണിനൊക്കെ ജയിച്ച് തട്ടിമുട്ടി അങ്ങനെ പോകാന്നല്ലാതെ ഒരു പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ ഞങ്ങൾ പ്രോപ്പറാണ്. കാരണം ആ കളിന്റെ സ്വഭാവം അങ്ങനെയാണ്. സ്റ്റംസ് ഉണ്ട്, ക്യാച്ചുകളുണ്ട്, നോട്ട് ഔട്ട് ആയിക്കാണ്ട് ഗ്രീസിലുണ്ട്. അതൊക്കെ പരിഗണിച്ചാണ്. അന്ന് മറ്റൊരു 89 ഓൾഔട്ട് ആക്കാൻ വേണ്ടി 3 വിക്കറ്റ് എടുത്തോന് പരിഗണന. ഇത് പരിഗണന എന്താ അറിയോ? ഇപ്പൊ ഇന്ത്യന്റെ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് 27-28 പ്രഖ്യാപിക്കും. അപ്പൊ ആ സ്ക്വാഡിൽ നമ്മളെ കുട്ടിപ്പ ഉണ്ടാവും. അതിനുള്ള പരിപാടി കുട്ടിപ്പാൻ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാൻ. കുട്ടിപ്പാന്ന് എന്തർത്ഥത്തിലാണ് പിന്നെ തങ്ങളെ പന്തുവാവാ. ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ, 16 റൺസ് അടിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ 4 ഭാഗത്തും ഇത് ഇങ്ങോട്ട് സംഭവമാക്കി. ഇപ്പൊ ഞാൻ ഒരു ഒറ്റ എക്സാമ്പിൾ പറയാം. ESPN ക്രിക്കറ്റ് ഫണ്ട് അതിനെ പറ്റി റിപ്പോർട്ട് ഞാൻ വായിച്ചു. അതിന്റെ തുടക്കം മുതൽ തന്നെ മൈക്കിലൂടെ ഒരു ഗിഗിള് കേട്ടു. അപ്പോഴേ ഉറപ്പാകുന്നു ഇത് പന്തി ആ ഒരു പ്രയോഗമാണ്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ലേഖനത്തിന് കുറച്ച് കളി പറഞ്ഞു. പിന്നെ ഒരു പകുതിൻ്റെ അങ്ങോട്ട് താഴത്തേക്ക് ഒരു 3-4 പാരഗ്രാഫ് പന്തിന്റെ ശരി, പന്ത് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒച്ചുണ്ടാക്കുന്നു. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന് ഭയങ്കര സംഭവമാണ്. ഇതാണ് ഒന്നാന്തരം PR. നിങ്ങള് ടീം എടുക്കുമ്പോ കുട്ടിപ്പാൻ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ കീപ്പർമാര് ഇപ്പൊ രാഹുൽ ഇപ്പൊ കീപ്പർ ഉണ്ടല്ലോ. ഇവിടെ കീപ്പർമാരെ ലിസ്റ്റ് എടുക്കുക. എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതിപ്പോ നമ്മളെ രാഹുൽ ആണെങ്കിലും സഞ്ജു ആണെങ്കിലും ഇങ്ങനെയുള്ളവരെ ലിസ്റ്റ് തന്നെ എടുത്തു നോക്കിയാൽ മതി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കുട്ടിപ്പാൻ അങ്ങോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാൻ അതാണ്. അതായത് കഴിഞ്ഞ കളി DC നല്ല സുന്ദരായിട്ട് ജയിച്ച്. അപ്പൊ മൂപ്പരെ ക്യാപ്റ്റൻസിനെ പ്രശംസിക്കും, മൂപ്പര് കീപ്പിംഗ് ഉഷറാനും അപ്പൊ കീപ്പിംഗിൽ പ്രശംസിക്കും. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹം തിരിച്ചു വരുമ്പോ സ്വാഭാവികമായും ചില ആരാധകർക്ക് അസൂയ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതായത് ഇന്ത്യൻ ടീമിൽ മൂപ്പര് തിരിച്ചു വരണ പറ്റാത്ത കുറെ ഫാൻസ് ഇവിടെ ഉണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇത് കാണുന്നത്. അല്ലാതെ ഒന്നുമല്ല. മൂപ്പര് എനർജറ്റിക് ആയി കളിക്കളത്തിൽ തുടരുന്നത്. അതിപ്പോ പലർക്കും നമ്മളെ രോഹിത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആ യൂട്യൂബില് മൂപ്പര് പറഞ്ഞത് ഞാൻ ഭയങ്കര സന്തോഷവാനായി. കാരണം ഇങ്ങനെ എനിക്ക് കളിയിൽ ഒരു കളിക്കളത്തിൽ ഒരു ചിരിയൊക്കെ വേണം തോന്നുമ്പോൾ ഞാൻ പന്തിന്റെ അടുത്തേക്ക് പോലെ. അപ്പൊ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ മിസ് ചെയ്തു. ഇപ്പൊ പന്ത് തിരിച്ചു വന്നു, ഹാപ്പിയായി. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായത്. രോഹിത് ശർമ്മ PR ആണ് പറഞ്ഞിരുന്നത്. അതൊക്കെ തന്നെ. ഇതിങ്ങനെയാണ് ടീമൊക്കെ കളിക്കാരെടുക്കണമെന്നല്ലോ എന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. രോഹിത് ശർമ്മക്ക് പ്രിയപ്പെട്ട താരാണ് പന്ത്. രോഹിത് ശർമ്മ പ്രിയപ്പെട്ടവരെടുക്കാതെ കുടുംബം മറ്റേ ടീമല്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഇത് കുടുംബ സംഗമത്തിൽ നടത്തുന്ന പ്രീമിയർ ലീഗ് അല്ല. അർഹത ഉണ്ടായോണ്ട് തന്നെയാണ് പന്തൊക്കെ ടീമിൽ ടീമിന്റെ അതൊക്കെ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു ടീം ഇന്ന് കിട്ടും. ഇതിപ്പോ ഇന്നൊരു കിട്ടലുമില്ല. മറ്റേ ക്യാപ്റ്റൻസി എന്താണെന്നുള്ളത്, കീപ്പിംഗ് എന്താണെന്നുള്ളത്, വേണമെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് എന്താണെന്നുള്ളത് ഈ പന്ത് തെളിയിച്ചു തരും. അത് SRHന്റെ നെഞ്ചത്തിട്ടെന്ന് SRH എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളെ ക്ലാസ് ഇത്രത്തോളം ക്ലാസ് നിങ്ങളെ ബൗളർമാരെ കൊണ്ട് ഞങ്ങൾ സെഞ്ചുറി ഉണ്ടല്ലോ നിങ്ങൾ കഴിഞ്ഞ കളിയിൽ. നിങ്ങൾ ആ പാതിയിൽ അങ്ങനെ നിൽക്കും. എത്രയോ മുമ്പ് തന്നെ 150 സ്പീഡിലാണ് പോവാണ്.